ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ശമ്പളം നൽകാതെ വഞ്ചിച്ചുവെന്ന് പരാതി. മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചവർക്കാണ് ശമ്പളം ലഭിക്കാത്തത്. ഫിലിം കാസ്റ്റിംഗ് കോർഡിനേറ്റർ രാഹുൽ കോട്ടയം എന്നയാൾക്കെതിരെയാണ് പരാതി. ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള മുഴുവൻ ശമ്പളവും രാഹുലിന് നൽകിയെന്നാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീം വിശദീകരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് രാഹുൽ എന്ന് പറഞ്ഞ പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ പള്ളിപ്പുറത്ത് വെച്ചാണ് ഷൂട്ട്. 4 ദിവസം ഉണ്ട് വരാൻ പറഞ്ഞു. ഞാൻ 4 ദിവസം മുടങ്ങാതെ പങ്കെടുത്തു. എന്നിട്ട് ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പൈസ സാലറി ചോദിക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് കിട്ടിയാലേ തരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി പറയുന്ന ഡേറ്റിൽ വിളിക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പറയണ ഇതുവരെ പൈസ കിട്ടിയില്ല, കുറച്ച് പൈസ കിട്ടിയത് ഞാൻ ആദ്യം ചോദിച്ചവർക്ക് കൊടുത്തിത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഞാനും ആദ്യമേ ചോദിക്കുകയില്ലേ, ഷൂട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റന്നോട്ട് ചോദിക്കുകയല്ലേ. അപ്പം പുള്ളി പറഞ്ഞ ഗ്യാങ് ആയിട്ട് ഒന്നർക്ക് കൊടുത്തിത്തു. എന്നിട്ട് ഓരോ ഡേറ്റ് പറയും, ഇന്ന ഡേറ്റ് തരാം, എന്തായാലും തരാം, ഫുൾ എമൗണ്ട് തരാം. അപ്പോൾ ആ ഡേറ്റിൽ വിളിക്കുമ്പം ആ പറയുന്ന സമയത്ത് വിളിക്കുമ്പം സ്വിച്ച് ഓഫ് ആയിരിക്കും. അതുവരെ വിളിക്കലെന്ന് പറയും, ആ സമയത്ത് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. എന്നെ കോൺടാക്ട് ചെയ്യാൻ വഴിയില്ലാതെ 650 വെച്ച് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ദിവസം 650 വെച്ച് 4 ദിവസം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് ഒരു മാസമായിട്ടും കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ പിന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ പുള്ളിയുടെ കീഴിൽ, രാഹുലിൻ്റെ കീഴിൽ 30 പേരുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ 30ഓളം പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ അവിടെ 3000ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 30 പേർക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചായിരുന്നു, 30 പേർക്കും പൈസ കിട്ടില്ല. ബാക്കി കോർഡിനേറ്റേഴ്സിൻ്റെ കീഴിൽ വന്ന് എല്ലാവർക്കും പൈസ കിട്ടി. ഞാൻ മംഗലപുരം സ്റ്റേഷനിൽ അവിടെ ചില സംഭവം നടന്നു. അപ്പം മംഗലപുരം സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ പോലീസുകാർ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഒരു 2500 രൂപയ്ക്കാണോ നീ കേസിന് വന്നത്? എനിക്ക് 2500 രൂപയല്ല വിഷയം, എന്നെ ഒരു മാസത്തോളം ഇങ്ങനെ പറ്റിച്ച്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടുണ്ടായ പ്രയാസങ്ങൾ, പരാതി കൊടുക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പം, നീ പരാതി കൊടുത്തോ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മുകളിൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എനിക്ക് മുകളിൽ ആളുണ്ട്, നീ പറ്റണ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന വെല്ലുവിളിക്കും പോലെ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെയാണ് പറഞ്ഞത്. അനുരാഗ് VS ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അനുരാഗ്, ഈ ആരാധകർ വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ചിത്രമാണ്. റിലീസൊക്കെ അടുത്ത ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം. എന്താണ് പരാതിക്കാരൻ പറയുന്നത്? ഒക്ടോബർ 20 മുതൽ 23 വരെ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിൽ വെച്ചാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നത്. ഇതിലേക്കായി ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടി സമൂഹ മാധ്യമങ്ങൾ വഴി പല കോർഡിനേറ്റർമാരും, കാസ്റ്റിംഗ് കോർഡിനേറ്റർമാരും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രാഹുൽ കോട്ടയം എന്ന വ്യക്തിക്ക് കീഴിൽ 30 പേരാണ് ഈ ചിത്രീകരണത്തിൽ പങ്കെടുത്തത്. ഓരോ ദിവസവും 650 രൂപ വീതം നൽകാം എന്ന് പറഞ്ഞാണ് ഇയാൾ 30 പേരെയും ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുപ്പിച്ചത്. പിന്നീട് ഈ ശമ്പളം ചോദിക്കുമ്പോൾ പിന്നീട് തരാം എന്നുള്ളതായിരുന്നു അയാളുടെ മറുപടി. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും, അങ്ങനെ 2 മാസം പിന്നിട്ടപ്പോഴും ഇങ്ങനെ ശമ്പളം നൽകാതായി. പിന്നീട് ഓരോ ദിവസവും ഇയാൾ കോൾ എടുക്കാതായി. പിന്നീട് വാട്സാപ്പിൽ മാത്രം മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. പിന്നീട് ഓരോ ദിവസം പറയുന്ന ദിവസം, അതായത് ഇന്ന ദിവസം തരാം എന്ന് പറയുമ്പോൾ ആ ദിവസം വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും 3000ഓളം പേരാണ് CRPF ക്യാമ്പിൻ്റെ ഗ്രൗണ്ടിൽ ഈ ചിത്രീകരണത്തിൽ പങ്കെടുത്തതിൽ 30ഓളം പേരെയാണ് രാഹുൽ കോട്ടയം എന്ന വ്യക്തി പറ്റിച്ചതായി ഇവർ പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മംഗലപുരം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒരു നിഷേധാത്മക നിലപാടാണ് പോലീസുകാർ സ്വീകരിക്കുന്നത് എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. നെയ്യാറ്റിൻകര രാമേശ്വരം സ്വദേശി വിഘ്നേഷാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് 29 പേരും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എത്രത്തോളം പേരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനിയും പല സിനിമകളിൽ ഇദ്ദേഹം ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോർഡിനേറ്ററായി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും തട്ടിപ്പുമായി ഇയാൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിൽ ന്യൂസ്മലത്തോട് പറയുമ്പോഴും പറയുന്നുണ്ട്, കേവലം 2500 രൂപയ്ക്ക് വേണ്ടി മാത്രമല്ല ഇയാൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ആരും ഇരയാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരൻ പറയുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കൂടി ഗൗരവതരമാണ്. എന്തായാലും കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച് ഈ തട്ടിപ്പ് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുരാഗ്, അതോടൊപ്പം ഈ 30 പേരും പരാതിയുമായി മുന്നോട്ട് വരും എന്നുള്ളതാണോ? അതിൻ്റെ കൂടെ തന്നെ ഈ അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഈ 30 ബാക്കി 29 പേരും പല ജില്ലകളിലായി ഉള്ളവരാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിൽ 16 പേരെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. 16 പേരെ ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ മറ്റ് അവരുടെ ജില്ലകളിൽ പരാതി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ കോട്ടയം പല ദിവസങ്ങളിൽ പറയുന്നത് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് തനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ശമ്പളം തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർ ഈ പ്രൊഡക്ഷൻ ടീമുമായി ബന്ധപ്പെട്ടു, ഇയാൾക്ക് മുകളിലുള്ള കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെട്ടു. അപ്പോഴൊക്കെയും പറയുന്നത് കൃത്യമായി ഇവർക്ക് ജൂനിയർ
ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് നൽകേണ്ട തുക അത് ഇയാൾക്ക് രാഹുൽ കോട്ടയം എന്ന വ്യക്തിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ടീം ആവർത്തിച്ച് പറയുന്നത്. മുകളിലുള്ള കോർഡിനേറ്റർമാർ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ഈ പണവുമായി മുങ്ങിയതാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പല സിനിമകൾക്കും ഇത്തരത്തിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടി പരസ്യങ്ങൾ വരാറുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. കേവലം 2-3 നമ്പറുകൾ, ഫോൺ നമ്പറുകൾ മാത്രം നൽകിക്കൊണ്ടുള്ള ആ പരസ്യം, അതിൽ ഈ സിനിമാ മോഹവുമായി ബന്ധപ്പെട്ട് പലരും ഇത്തരത്തിൽ വിളിക്കുന്നു. തുച്ഛമായ പൈസയ്ക്കാണ് മണിക്കൂറുകൾ ഇവർ ജോലി ചെയ്യുന്നത്. പിന്നീട് ഇത്തരത്തിൽ പണം നൽകാതെ പണം ലഭിക്കാതെ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ കോട്ടയം എന്ന വ്യക്തിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ എമ്പുരാൻ എന്ന ചിത്രത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിച്ചവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയാണ്. ഏകദേശം 30ഓളം പേർ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു VS അനുരാഗ്, തിരുവനന്തപുരത്ത് നിന്ന്.